friends, welcome back to Rima's Diary. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഒരു 3 അല്ലി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റും 3-4 ബീൻസും ഒരു ഹാഫ് തക്കാളിയുമാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞ ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഹാഫ് കുക്കായാൽ മതി, ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ബീൻസും ഹാഫ് കുക്കായി വരുമ്പോഴേക്കും തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിക്ക് അധികം വേവില്ല. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത് ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് പാസ്ത വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനൊരു 250 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നത് പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇതൊരു 10 മിനിറ്റ് മതി കുക്കാവാനായിട്ട്. കുക്കായി വന്ന ശേഷം നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഈ ബട്ടറിൽ കിടന്ന്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 കപ്പ് പാൽ എടുക്കാം. അത് കുറച്ച് ഒഴിച്ച് മിക്സാക്കി എടുക്കാം. കട്ട കെട്ടാണ്ട് നല്ല ക്രീമി പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഈ പാൽ 2 കപ്പും നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കാം. മിൽക്ക് നമ്മൾ 2 കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മതി. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയല്ല, ക്രഷ് ചെയ്ത പെപ്പർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ പാകത്തിന് ഉപ്പും നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മക്കറോണി പാസ്തയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ക്രീമിൽ കിടന്ന ഒരു 2-3 മിനിറ്റോളം ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പി ആവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.